ഹലോ ഗൈസ്, ഞാനിന്നോട് വന്നേക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഇപ്പം പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന മച്ചാന്മാർക്ക് അറിയാത്ത ഒരു 90% ആൾക്കാർക്കും അറിയുന്ന 10% ആൾക്കാർക്ക് മാത്രം അറിയാത്തൊരു കാര്യമാണ് എങ്ങനെ നമുക്ക് യൂട്യൂബിൽ ലോഗോ സെറ്റ് ചെയ്യാം. അത് കുറച്ച് ആൾക്കാർക്ക് അറിയില്ല, ഗൈസിന് അറിയില്ല. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. അങ്ങനെ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ FF ലോഗോ മേക്കർ എന്ന് സെർച്ച് ചെയ്യാം. അപ്പം ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണിക്കും. അതിൽ FF ലോഗോ മേക്കർ ഗെയിമിംഗ് എക്സ്പോർട്ട് എടുക്കുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഏകദേശം 24.10 MB മാത്രമേ ഉള്ളൂ ഈ ഒരു ലോഗോ മേക്കറിന്. ഇപ്പം 86 ആയിട്ടുണ്ട്. 95 100 ഇപ്പം ഇൻസ്റ്റാളായി വരുന്നുണ്ട്. നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്ത് തന്നെ ആദ്യം ഇങ്ങനെയാണ് കാണുക. 4 ഓപ്ഷൻസ് ഉണ്ട്. ക്രിയേറ്റ്, വാച്ച്, ഹൗ ടു യൂസ്, റേറ്റേഴ്സ്, ഡൗൺലോഡ്. ഈ 4 ഓപ്ഷനിൽ നമുക്ക് ലോഗോ ഉണ്ടാക്കാനാണെങ്കിൽ ക്രിയേറ്റ് യുവർ ഗെയിമിംഗ് ലോഗോ എന്നുള്ള ഓപ്ഷൻ ഫസ്റ്റത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഇതുപോലത്തെ ഒരു ഇതിലേക്കാണ് എത്തുക, ഒരു പേജിലേക്ക്. എന്നിട്ട് നമ്മൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും അടിയിൽ ലോഗോസ്, BG, ഷേപ്സ്, ടെക്സ്റ്റ്, അപ്ലോഡ്, ക്ലിയർ. അതിൽ നമ്മൾ ലോഗോസിൽ ഫസ്റ്റ് എടുക്കുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്ത് ഈ ഒരു ഓപ്ഷനാണ്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇതിൽ നിന്ന്. ഞാൻ സെറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. ഈ ഒരു ഇതാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ സെറ്റാക്കി. അടുത്തത് BG എന്ന ഓപ്ഷൻ എടുക്കുക. ഇതിൽ ഇഷ്ടംമാതിരി BG ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്ങുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓരോന്നൊന്ന് മാറ്റുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ അതെടുക്കുക. ഇപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കുക. ഫൈനലി എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് ഗൈസ്, ഈ ഒരു ഐക്കൺ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷേപ്സിൽ പോവാം. ഷേപ്സിൽ പോയിട്ട് കുറച്ച് അങ്ങോട്ട് സ്ക്രോൾ ചെയ്യണം. അപ്പോൾ അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് പോവാം. കുറേ എത്തുമ്പം ഈ 4 ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ ഇത് സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കറക്റ്റായി അവിടെ വെച്ച് കൊടുക്കണം. താഴെ ഇവിടെ നമുക്ക് പേര് എഴുതാനുള്ളതാണ്. പേര് ഓക്കെ. അപ്പം ഇങ്ങനെ റെഡിയാക്കിയെന്നല്ല ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഓപ്ഷൻ ടെക്സ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഇവിടെ മുകളിലായിട്ട് ആഡ് ടെക്സ്റ്റ് ഫോണ്ട് സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. അതിൽ ആഡ് സെറ്റിങ്സ്, അതായത് നിങ്ങളുടെ ഗെയിമിങ്ങിൻ്റെ പേരോ നിങ്ങളുടെ പേരോ എന്ത് വേണമെങ്കിലും എഴുതാനാണ്. ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെയാണ് ഞാൻ എഴുതുന്നത്, KGG Writing എന്നുള്ള. ഓക്കെ, അത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇതിനുള്ളിലേക്കൊന്ന് റെഡിയാക്കി കൊടുക്കണം. ഇത് കുറച്ച് പാടായിരിക്കും, എന്നാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, എന്നിട്ട് ഇത് കുറച്ച് നമ്മൾ വലുതാക്കി കൊടുക്കുക. വലുതാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അത് വെക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ പേരും കാര്യങ്ങളും ഇനി അടിയിലും കാര്യങ്ങൾ കാണുകയാണെങ്കിൽ കുറേ തീമുണ്ട് ടെക്സ്റ്റിൻ്റെ. ഓരോ തീമും നമുക്കിങ്ങനെ എടുത്ത് വെച്ചിട്ട് നോക്കാൻ പറ്റും. ഏത് തീമാണോ ഇഷ്ടം അതെടുക്കാം. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തീമാണ്. അത്യാവശ്യം നല്ല തീമല്ലേ. ഓക്കെ, ഇനി അടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണ്ട് സെറ്റിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെടും. ഇപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കളർ, അതായത് ഈ KGG Writing ഏത് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാൻ പറ്റും. അതിൻ്റെ
ബ്രൈറ്റ്നസ് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കുകയാണ്. ഒരുപാട് ഇതുണ്ട് ഗൈസ്. ഈ ഒരു ഇതിന് ചേരുന്ന രീതിയിലുള്ള ഒന്ന് സെലക്ട് ചെയ്യാൻ നോക്കുക. എന്നാൽ നിങ്ങളുടെ ലോഗോ നല്ലോണം ഒന്ന് ബ്യൂട്ടിഫുൾ ആയി കിട്ടും. എനിക്ക് കുറച്ചും കൂടെ മാച്ചായിട്ട് തോന്നിയ ഇതാണ്. അപ്പം അതിന് തന്നെ എടുത്തു. ഇനി ഞങ്ങൾക്ക് ഈ ഒരു വൈറ്റിൻ്റെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് മായ്ച്ച് കളയാവുന്നതാണ്. ആ വൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഗ്രീൻ ലൈൻ കണ്ടു, അതിങ്ങനെ കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ലൈൻ അങ്ങ് മാഞ്ഞ് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് സേവ് ചെയ്യലാണ്. നമുക്ക് സേവ് ചെയ്യാം. ഇതിൻ്റെ നേരെ മുകളിൽ ക്രിയേറ്റ് ലോഗോൻ്റെ അടുത്ത് സേവ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പം PNG JPG എന്ന 2 ഫോർമാറ്റ് വരും. അതിൽ നമ്മൾ എടുക്കേണ്ടത് JPG ആണ്. ഇന്ന് നമ്മൾ സേവ് എന്നിട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഷെയർ ചെയ്യാം ഒരാൾക്ക്. അതാർക്കും ആയിക്കോട്ടെ, വാട്സപ്പിലോ ഇമെയിലിലോ ഏതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഫയൽസിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ വാട്സപ്പിലാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഞാൻ എൻ്റെയിലേക്ക് തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഒന്ന് ഷെയർ ചെയ്തു. ഷെയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് അപ്പോൾ നമ്മുടെ ഫയൽസിലേക്ക് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി ഗൈസ്. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആവാനും ലോഗോ ഉണ്ടാക്കാനും പറ്റിയ ഏറ്റവും നല്ല ഒരു ആപ്പാണ് നമ്മുടെ ലോഗോ മാർക്കർ. എല്ലാവരും യൂസ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാം. പുതിയ വീഡിയോയിലായിട്ട് കാണാം. It's me KGG OP.